നമുക്കൊരു മട്ടൺ ബിരിയാണിക്കാണ്. അതിനൊരു ഇത്രയും പച്ചമുളക് എടുക്കുക. ആദ്യം കുറച്ച് ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളി പൊളിച്ച് കഴുകി, ഇത്ര ഇഞ്ചിയും ചതച്ച്, ഒരു 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 കുടം വെളുത്തുള്ളി, ഒരു 1.5 കുടം വെളുത്തുള്ളി, അതും ക്ലീൻ ചെയ്ത് അതും കൂടെ ഇട്ട് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം. അരയണ്ട, ഒന്ന് ഇങ്ങനെ ചതഞ്ഞാൽ മതി. ഇങ്ങനെ ചതഞ്ഞെടുത്തത് മതി. അതിനകത്തോട്ട് മല്ലിയില കഴുകി വെച്ചേക്കുന്നത്, മല്ലിയിലെല്ലാം ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചേക്കുന്നത്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് കുറച്ച് പുതിനയോട് ഇട്ടിട്ട് ഒന്നുകൂടെ അരച്ചുകൊണ്ട് അതിലിങ്ങനെ ചതച്ചാൽ മതി. അതിങ്ങനെ ചതച്ച് വെച്ചു. 1 കിലോ മട്ടനുണ്ട്. 1 കിലോ മട്ടൻ നല്ലതായിട്ട് കഴുകി, നല്ല വൃത്തിക്ക് കഴുകി, വെള്ളമൊക്കെ പോയി കഴുകി വെച്ചേക്കുന്നത്. അത് നമുക്കൊരു കുക്കറിലൂടെ, ഈ കുക്കറിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്യുന്നത്. അവിടെ കുക്കറിൽ തന്നെ അങ്ങ് ഒത്തിരി പാത്രം വെക്കണ്ട, കുക്കറിൽ തന്നെ അങ്ങ് ഇടുക. നല്ല ഒരുമാതിരി വലിയ കഷ്ണമാണ്, ബിരിയാണിക്കുള്ള കഷ്ണങ്ങൾ. അതുണ്ടെങ്കിൽ കുറേ എല്ലും കുറേ കഷ്ണമൊക്കെ ഉണ്ട്, നല്ല കഷ്ണങ്ങളാണ്. അതിനകത്തോട് നമ്മൾ ഈ ചതച്ച ഇച്ചിരി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇടുക. ഇഞ്ചി പേസ്റ്റ് തന്നെ കുറച്ചിടുക. നമ്മൾ ഈ ചതച്ചത്തെ കുറച്ച് ബാക്കി വെച്ചേക്കും, കുറച്ചിടുക. ഒരു 2-3 സ്പൂൺ ഇട്ടിട്ട് ഇപ്പോൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കാനാണ്. കുറച്ച് ഉപ്പ് ഇപ്പോൾ ഇടാം, പിന്നെ നമുക്ക് ആവശ്യത്തിനിടാം. കുറച്ച് ഉപ്പ് ഇട്ട്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്. ഇതെല്ലാം ഇപ്പോൾ ഈ മീറ്റിന് മാത്രമുള്ളതാണ്. കുറച്ച് കുരുമുളക്, പൊടിച്ച കുരുമുളക്, ക്രഷ് ചെയ്തായാലും മതി. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി. എൻ്റെ ചെറിയ സ്പൂൺ, അതുകൊണ്ട് ഇങ്ങനെ കുറേ പ്രാവശ്യം എടുക്കുന്നു. വലിയ സ്പൂണാണ് 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി, എരിയുള്ളതല്ല. ഇത്ര ഇട്ട് ഒരു 2 സ്പൂൺ തൈര്, 2-3 സ്പൂൺ, ഒരു അരക്കപ്പ് തൈര്, ഒഴിച്ചിട്ട് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. നാരങ്ങ ഇപ്പോൾ വേണ്ട, നാരങ്ങ നമുക്ക് പിന്നെ ഇട്ടാൽ മതി. ഇപ്പം നാരങ്ങ വേണ്ട. ഇത്രയും കൈ കൊണ്ടോ ഒരു തവി കൊണ്ടോ സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നല്ലതായിട്ട് ഇളക്കി അതിങ്ങനെ ആക്കി മാഗ്നേറ്റ് ചെയ്താൽ കുക്കറിൽ തന്നെ അങ്ങ് വെച്ചേക്കാം. ഇതൊരു കുറഞ്ഞത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, വെളിയിൽ തന്നെ വെച്ചാൽ മതി. കുറഞ്ഞ ഒരു 2 മണിക്കൂറിലും അതങ്ങനെ ഇരിക്കട്ടെ. ആ 2 മണിക്കൂറത്തേക്ക് നമുക്ക് അപ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഒരു 4 മീഡിയം സൈസ് സവോള എടുത്ത് ഇങ്ങനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു, നീളത്തിൽ, അങ്ങ് തീരെ കുഞ്ഞാകണ്ട, നീളത്തിൽ അരിഞ്ഞു, ഒരുമാതിരി മീഡിയം സൈസ് സവോള. എന്നിട്ട് നമുക്കൊരു പാത്രം വെച്ച് അതോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. ഏതെങ്കിലും എണ്ണ, വെളിച്ചെണ്ണയോ സവോളയോ, ഇന്ന എണ്ണയൊന്നുമില്ല, കടുകെണ്ണയൊന്നും കൊള്ളത്തില്ല. സവോളയോ വെളിച്ചെണ്ണയോ ഗോൾഡ് വിന്നറോ ഏതെങ്കിലും മതി. കുറച്ച് നെയ്യും, അതിൻ്റെ കൂടെ ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി വറക്കാം. ഇപ്പം ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചുള്ളത് കൊണ്ട് 2-3 പ്രാവശ്യമായിട്ട് ഉള്ളി വറക്കുന്നു. ഒന്നിച്ച് വേണേൽ ഉള്ളി വറക്കണമെങ്കിൽ ഒത്തിരി എണ്ണ ഒഴിക്കണം. പിന്നെ അത്ര എണ്ണ നമുക്ക് ബിരിയാണിക്ക് വേണ്ട, ബാക്കി അധികം ഒഴിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. എണ്ണ കോരി വെക്കണ്ടല്ലോ. ഒരുമാതിരി നല്ല തീയിൽ, ഇച്ചിരി നല്ല ഫ്ലെയിമിൽ ഈ ഉള്ളി ഇങ്ങനെയിട്ട് വറക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കണം. ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇനി നല്ലതായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരുമാതിരി അങ്ങനെ ഇളക്കി കൊണ്ടുവന്നിട്ട് ഒരു ഇത്ര മൂത്താൽ മതി, ഒരു ബ്രൗൺ കളർ ആയാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ആ ഉള്ളി നമുക്കിങ്ങനെ എണ്ണയില്ലാതെ കോരി വെക്കും. ഇത് മതി. ഇതിരുന്ന് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ എടുക്കണം, അല്ലെങ്കിൽ അതിരുന്ന് ബാക്കിയുടെ ഒന്ന് കരിഞ്ഞു പോയി ചൂടത്ത്. ഇത് നമുക്ക് എടുത്തേച്ച് അടുത്തത് അതുപോലെ ഇടാം. അത് എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചിടാം. ഞാൻ എണ്ണ കുറയ്ക്കാവുന്നതുകൊണ്ട് 2-3 പ്രാവശ്യം ഇടുക. ബാക്കി എണ്ണ കോരി വെക്കേണ്ടത് ആ എണ്ണയ്ക്കകത്ത് തന്നെ അങ്ങ് ബാക്കി പരിപാടി ചെയ്യാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച ഉള്ളിയില്ലേ, അതിനെ ഇങ്ങനെ ഒന്നാക്കി വിടണം, ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിടണം, അല്ലെങ്കിൽ ഇത് ക്രിസ്പി ആകാൻ നല്ല ക്രിസ്പി ആയിട്ട് അതിരുന്നോളും. ഈ 2ാമത്തെ ഉള്ളി അങ്ങനെ വറുത്തു. ഇത്രയും മതി. ഇത് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ഇനി ഇത് തീ സിമ്മ വെച്ചേക്കുക, ഏറ്റവും സിമ്മ വെച്ചേക്കുക. അതും കോരി, അതുപോലെ ബാക്കി ഉള്ളി 4 സവോള ഞാനെടുത്ത് മുഴുവൻ ഉള്ളി അങ്ങനെ ഇട്ടു. ഇതും അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക, അല്ലെങ്കിൽ ഇരുന്നങ്ങ്
ഇരുന്നങ്ങ് ആവിയിലിരുന്നതാകും. ഇതിപ്പോൾ നല്ലതായിട്ട് ക്രിസ്പിയായിട്ട് ഇട്ടിരുന്നോളൂ. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഈ പരുവാകുമ്പോൾ ഇളക്കണം. കണ്ടോ, ഇതിപ്പോൾ ഈ നിറമായി, എടുത്തു കഴിഞ്ഞപ്പോൾ ആ നിറമായിരുന്നു. ഇത് നമുക്കെടുക്കാം. ഇതുമായി ഇതും കോരി ഇങ്ങനെ എടുക്കാം. ഇതിൻ്റെ ബാക്കിയുള്ള നിറം വരും. ആ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഒരു ഇച്ചിരി നെയ്യൂടെ ഒഴിക്കാം. ശകലം നെയ്യൂടെ ഒഴിച്ചിട്ട്, എണ്ണ അതിനകത്തുണ്ട്, ഇച്ചിരി നെയ്യൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മൂക്കുമ്പോൾ ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ട് ആ നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ക്യാഷ്യൂ, ഇത് സ്പ്ലിറ്റ് ചെയ്ത ക്യാഷ്യൂ, കുറച്ച് ക്യാഷ്യൂ ഇടാം. അത് പെട്ടെന്ന് മൂക്കും. ആ ക്യാഷ്യൂ എടുത്തു, ഇത്രയും മൂത്താൽ മതി. ക്യാഷ്യൂ എടുത്തു, എന്നിട്ട് അതിനകത്തോട്ട് തന്നെ സിമ്മ വെച്ചേക്കുക. തീ സിമ്മ ഇരിക്കുക. അതിനകത്തോട്ട് തന്നെ കുറച്ച് ഗ്രേപ്സ്, ഉണങ്ങിയ ഗ്രേപ്സ്, നമ്മുടെ ഉണക്കമുന്തിരിങ്ങ, അതങ്ങോട്ട് ഇട്ടാൽ മതി. അതിട്ട് അപ്പം തന്നെ കോരിയെടുക്കാം. അത്രയും മതി. അത് പെട്ടെന്ന് മൂക്കും. അതും എടുത്തു. അതും കോരി എടുത്തിട്ട് നമുക്ക് ഈ എണ്ണയ്ക്കകത്ത് ഇനിയും ചോറ് വെക്കുന്നത് ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മുടെ മട്ടൺ എടുത്തിട്ട് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ആ മട്ടണെ തീ കത്തിച്ചിട്ടില്ല. ഒരു 3 തക്കാളി, ഒരു മീഡിയം ടൈപ്പ് തക്കാളി അതിനകത്തോട്ട് അരിഞ്ഞിട്ടു. തീ കത്തിച്ചിട്ടില്ല, ഞാൻ കുക്കർ മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ബാക്കി സാധനങ്ങളെല്ലാം അതിനകത്തോട്ടിടാം. ശകലം മല്ലിപ്പൊടി ഇട്ട്, മുമ്പേ മല്ലിപ്പൊടി ഇട്ടത്, ഇച്ചിരി മല്ലിപ്പൊടി. ഇപ്പോൾ നമ്മൾ മട്ടനെ വേവിക്കുക. ഇച്ചിരി ഗരം മസാല, മുമ്പേ ഗരം മസാല ഇട്ടില്ലായിരുന്നു. ഒരു 2 സ്പൂൺ ഗരം മസാല, എൻ്റെ സ്പൂൺ ചെറുതാണ്, 2 സ്പൂൺ ഗരം മസാല. നമ്മൾ അരച്ച് വെച്ച ബാക്കിയില്ലേ, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ബാക്കി അരച്ച് വെച്ചില്ലേ, അത് മുഴുവൻ ഇട്ടു. അരച്ച് വെച്ചത് കംപ്ലീറ്റ് ഇട്ടു. ഉപ്പും മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടതാണ്. ആ വറുത്ത് വെച്ച ഉള്ളി, നട്ട്സ് ഇല്ലാത്ത ഭാഗം, നട്ട്സ് അവിടെ വെച്ചിട്ടുണ്ട്. കപ്പലണ്ടി പറങ്ങാണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഉള്ളിയിട്ട് കുറച്ച് മല്ലിയിലയും പുതിനായും ഇട്ടിട്ട് നമുക്കിതിനെ നല്ലതായിട്ട് ഇളക്കാം. നല്ലതായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി വെക്കാം. ഇതുവരെ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടില്ല. ഇപ്പോൾ ആ സ്റ്റൗ കത്തിച്ച് ഇനി ഒരു 2 മിനിറ്റ് ആ മസാലയെല്ലാം കൂടെ ഒന്ന് ഇളക്കാം. 2 മിനിറ്റ് ആ ഇറച്ചിയിലായിട്ട തക്കാളി അതെല്ലാം ഒന്ന് ഇളക്കി പിടിച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. അത് ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കിയിട്ട് ഇനി നമുക്കിതിനകത്തോട്ട് ചൂട് വെള്ളം ഒഴിക്കുക. നല്ല ബോയിൽ ചെയ്ത വെള്ളം വേണം. പച്ചവെള്ളം ഒരിക്കലും നല്ല ബോയിൽ ചെയ്ത വെള്ളം. ഞാൻ ആ മിക്സിയുടെ ജാറില്ലേ നമ്മൾ അരച്ചത്, ആ മിക്സിയുടെ ജാറൂടെ കഴുകിയിട്ട് നല്ല ചൂട് വെള്ളം, തിളച്ച വെള്ളം മീൻസ് ബോയിൽഡ് വാട്ടർ. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കല്ലേ. തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റായി. ഇടയ്ക്ക് ഒന്നുകൂടെ ഇളക്കി വെച്ച് നമുക്ക് ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ചില്ല ഇതുവരെ. ആ മസാല ആ മട്ടണിലൊന്ന് പിടിക്കാൻ വേണ്ടി വെച്ചേക്കുക. ആ തിളച്ച വെള്ളം എന്നിട്ട് നമുക്ക് ഒഴിക്കാം. ഒഴിച്ചാൽ മട്ടൻ മൂടുന്ന മാതിരി, എന്നിട്ട് ഇത്രയും വേണം മട്ടൻ്റെ ലെവല്. ആ മട്ടൻ മൂടുന്ന മാതിരി വെച്ചിട്ട് നമുക്ക് കുക്കർ മൂടാം. കുക്കർ മാടി വെയിറ്റ് വിട്ട് ഒരു 4-5 വിസിൽ അത് നമുക്ക് അരിയെടുക്കാം. ഞാനിപ്പം 1 ഗ്ലാസ് മട്ടണ അല്ല 1 കിലോ മട്ടണ, ഒരു 3/4 കിലോ അരി ഇല്ല, ഒരു 3 ഗ്ലാസ് അരി
ഓൾമോസ്റ്റ് 3/4 കിലോ വരും. 3 ഗ്ലാസ് അരി. നമുക്ക് ഇറച്ചി നമുക്ക് നിറയെ കിട്ടും, അല്ലെങ്കിൽ പിന്നെ ചോറ് ഒത്തിരി ആയിപ്പോവും. ഈ അരി നമുക്ക് നല്ലതായിട്ട് കഴുകി ഒരു അരമണിക്കൂർ കുതിരാൻ വെക്കണം. അത് നല്ലതായിട്ട് കഴുകിയിട്ട് ഇവിടെ വെള്ളം ഒഴിച്ച് ഇവിടെ കുതിരാൻ ഇനി ഒരു അരമണിക്കൂർ അതിലൊന്ന് കുതിരട്ടെ, അവിടെ ഇരിക്കട്ടെ. നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് വരപ്പോഴത്തേക്ക്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. നമുക്ക് അരി വെക്കാം. ആ എണ്ണ കത്തിച്ചു. 2 ബേ ലീവ്സ് ഇട്ടു. ഇതാ എണ്ണ ഞാൻ പറഞ്ഞാണ്ട് വറുത്ത എണ്ണ. 2 ബേ ലീവ്സ് ഇട്ടു. ഒരു കഷ്ണം പട്ട, ചെറിയൊരു കഷ്ണം പട്ട ഇട്ടു. പട്ട ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടു. ഒരു 4 ഗ്രാമ്പു ഇട്ടു. 4 ഏലക്ക ഇട്ടു. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ചെറിയത് എന്നിട്ട് നമുക്ക് അരി വെള്ളമില്ലാതെ അരമണിക്കൂർ കുതിർത്ത് വാരിയ അരി വെള്ളമില്ലാതെ അരി അതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ആ വെള്ളമില്ലാതെ അരി മുഴുവൻ ഇട്ടു. അരി ചെറുതായിട്ടൊന്ന് പൊട്ടണം. ഒത്തിരി പൊടിയഞ്ഞ് പോകല്ല. അരി ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ടപ്പെന്നൊന്ന് ശബ്ദം കേൾക്കുമ്പോൾ പൊട്ടണം. അത്രയും ഒന്ന് അരി വറക്കണം. ഒത്തിരി നേരം ആകണ്ട. ഇത് നമുക്ക് ആ ഇറച്ചി വെന്തായിരുന്നു. ഇറച്ചി നല്ലതായിട്ട് അതിൻ്റെ ഇടയ്ക്ക് 4 വിസിൽ. അതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ മട്ടൻ്റെ കുറച്ച് വെള്ളം അതിനകത്ത്. ഞാൻ ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് 3 ഗ്ലാസ് അരിക്ക് 5.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പ് ഇട്ടു. 6 ഗ്ലാസ് നിറച്ചൊഴിച്ചില്ല. ഈ മട്ടൻ്റെ കൂടെ ചേർത്ത് 5.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ആ അരി മൂടാനുള്ള വെള്ളം മതി. അരി ഇങ്ങനെ മൂടിയാൽ മതി. അരി നമ്മളിനി തീ കൂട്ടി വെച്ച് തിളയ്ക്കും. ഉപ്പ് കിട്ടും. ഉപ്പ് പിന്നെ നമുക്ക് നോക്കാം. തീ കൂട്ടി വെച്ച് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്ത് അവിടെ വെച്ചേക്കാം. തിളയ്ക്കുമ്പോൾ നമുക്ക് തീ സിമ്മ മട്ടൻ കുക്കർ ഒരു 4 വിസിലൂതി തന്നെ അവിടെ ഇരുന്ന് പ്രഷറെല്ലാം പോയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് മട്ടൻ വെന്തിട്ടുണ്ട്. അതിൻ്റെ ചാറും ബാക്കി വെച്ചെടുത്ത് റെഡിയാക്കി വെച്ചേക്കും. ഒരു ചോറ് നമുക്ക് അടയ്ക്കാം. അതോടെ ഇരുന്ന് വേകട്ടെ. ചോറ് തന്നെ ഇപ്പം നല്ലതായിട്ട് വെന്ത് വെള്ളമൊക്കെ പറ്റി ഒരുമാതിരി നല്ലതായിട്ട് വെന്തു. നമുക്കിനി ദം ചെയ്യാൻ നോക്കാം. ഒരു പഴയ ദോശക്കല്ല് വെച്ചു. തീ കത്തിച്ച് ദോശക്കല്ലൊന്ന് ചൂടാകുമ്പോൾ ആ ഇറച്ചി കുക്കറോടെ അതിൻ്റെ പുറത്തോട്ട് വെച്ചു. അതിനകത്ത് ദം ചെയ്യുന്നത്. ഇറച്ചി ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ ദോശക്കല്ലൊന്ന് ചൂടായി വന്നപ്പം നമ്മൾ അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പൂടെ ഇട്ടു. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇച്ചിരി മുന്നോട്ട് നിൽക്കണം. മസാലയെല്ലാം കറക്റ്റായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിനകത്തോട്ട് ഒഴിച്ചു. ഇച്ചിരി ബാക്കി തൈരൂടെ ഒരു 1/4 കപ്പ് തൈരൂടെ ഒഴിച്ചു. ഒരു നാരങ്ങ ഇട്ടു. ഇച്ചിരി പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ട് ഈ ചോറ് ഓരോ ലെയറായിട്ട് അതിൻ്റെ പുറത്തോട്ട് സ്പ്രെഡ് ചെയ്യുക. ആ മട്ടനകത്ത് ഇച്ചിരി ശകല ഈർപ്പമുണ്ട്, ഇച്ചിരി വെള്ളമുണ്ട്. ഒരു ലെയർ ചോറിട്ടു. അതിൻ്റെ പുറത്ത് നമ്മൾ ഈ വറുത്ത് വെച്ചിരുന്ന ഉള്ളിയും നട്ട്സും എല്ലാം കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തു. പാതി ഇട്ടാൽ മതി, പാതി വെച്ചേക്കണം. ഒന്ന് സ്പ്രെഡ് ചെയ്തു. കുറച്ച് മല്ലിയില, ഇച്ചിരി മല്ലിയില അതിൻ്റെ പുറത്തോട്ട് ഇട്ടു. ആ മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത ലെയർ ബാക്കി ചോറും അതുപോലെ ഇട്ടു. ബാക്കി ചോറും ഇട്ടിട്ട് ഇനിയുള്ള നട്ട്സ് വറുത്ത് വെച്ചിരുന്ന ബാക്കി നട്ട്സ് അത് ഇട്ടു. കുറച്ചൊരു ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ശകേല ഇട്ടിട്ട് നമ്മൾ ഇച്ചിരി ചൂട് പാലിൽ ഇച്ചിരി കുങ്കുമപ്പൂ കലക്കി വെച്ചിരുന്നു. ശകേലൊരു കളറിന് അത് ഒഴിച്ചു. ഇച്ചിരിയേ ഉള്ളൂ. അത് ഒഴിച്ചിട്ട് ഇച്ചിരി നെയ്യ്, ഒരു സ്പൂൺ നെയ്യ് ഒന്ന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക.
എന്നിട്ട് നമ്മളിങ്ങനെ ഒരു മൂടി വെച്ചിട്ട് സിമ്മയിലാണ്, ദോശക്കല്ലിൻ്റെ അവിടെ സിമ്മ വെച്ചേക്കും, ദോശക്കല്ലിൽ വെച്ച് കുക്കർ വെച്ച് ഒരു പാത്രത്തിൽ വെള്ളം കൂടെ പിടിച്ച് അതിൻ്റെ പുറത്ത് ഒരു 15-20 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പണിക്ക് പോകാം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചോറ് ബിരിയാണി ഇതാണ്ട് നല്ല റെഡിയായി. കഷ്ണമൊക്കെ നല്ലതായിട്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ചോറും നല്ലതായി. നമ്മുടെ ലഞ്ച് റെഡി. നല്ല മട്ടൺ നല്ല സോഫ്റ്റ്. താങ്ക് യു.